ബോട്ടണിയുടെ ഫോർത്ത് ചാപ്റ്ററായ അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് പാർട്ട് 5ലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത റൂട്ടിൻ്റെ അനാട്ടമിയെ പറ്റിയിട്ടായിരുന്നു, ഡൈക്കോട്ട് ആൻഡ് മോണോക്കോട്ട് റൂട്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റെമ്മിനെ പറ്റിയിട്ടാണ്. ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെയും മോണോക്കോട്ട് സ്റ്റെമ്മിൻ്റെയും അനാട്ടമിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ സെക്ഷൻ എടുത്ത് വെച്ചിരിക്കുന്നതാണിത്. സെക്ഷൻ എടുത്ത് മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെയാണ് കാണുന്നത്. ഇതിൻ്റെ ചെറിയൊരു ഭാഗം എൻലാർജ് ചെയ്ത് വരച്ചേക്കുന്നതാണ് ഇപ്പറേ. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ റൂട്ടിൽ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് എപ്പിഡെർമിസ്, ഔട്ടർമോസ്റ്റ് പ്രൊട്ടക്റ്റീവ് ലെയർ. ഔട്ടർമോസ്റ്റ് ലെയർ ആണ് കവേർഡ് വിത്ത് തിൻ ലെയർ ഓഫ് ക്യൂട്ടിക്കിൾ. ഇറ്റ് മേ ബിയർ ട്രൈക്കോംസ് ആൻഡ് ഫ്യൂ സ്റ്റൊമാറ്റ. എപ്പിഡെർമിസ് എന്ന് പറയുന്നത് ഏറ്റവും ഔട്ടർമോസ്റ്റ് പ്രൊട്ടക്റ്റീവ് ലെയർ ആണ്. ഇതിൻ്റെ തൊട്ട് മുകളിൽ എന്തുണ്ട്? വാക്സി ലെയർ, ക്യൂട്ടിക്കിൾ ഉണ്ട്. അതുകൂടാതെ തന്നെ എപ്പിഡെർമിസിൽ ചിലപ്പോൾ ട്രൈക്കോംസ് കാണാം, ചിലപ്പോൾ സ്റ്റൊമാറ്റയും കാണാൻ സാധിക്കും. ഈ എപ്പിഡെർമിസിൽ തൊട്ട് താഴത്തേക്കുള്ള സെല്ലുകൾ നമ്മൾ പറയുന്ന പേരാണ് കോർട്ടക്സ് എന്നാണ് പറയുന്നത്. ഹിയർ കോർട്ടക്സ് ഈസ് മൾട്ടിപ്പിൾ ലെയർ ഓഫ് സെൽസ് അറേഞ്ച്ഡ് ഇൻ ബിറ്റ്വീൻ എപ്പിഡെർമിസ് ആൻഡ് പെരിസൈക്കിൾ. മൾട്ടിപ്പിൾ ലെയേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കോർട്ടക്സിനെ വീണ്ടും ഡിവൈഡ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. കോർട്ടക്സിനെ ഹൈപ്പോഡെർമിസ്, കോർട്ടിക്കൽ ലെയർ, എൻഡോഡെർമിസ് എന്നാണ് തരംതിരിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാൻ നേരത്തെ എപ്പിഡെർമിസ് തൊട്ട് താഴെ കോളൻ കൈമ സെല്ല് കാണാം. ആ കോളൻ കൈമ സെല്ലുകൾ കൊണ്ടാണ് ഹൈപ്പോഡെർമിസ് ഉണ്ടാക്കിയിരിക്കുന്നത്. കോളൻ കൈമയുടെ താഴെ പാരൻ കൈമ സെല്ല് കാണാം. പാരൻ കൈമയ്ക്കകത്ത് അപ്പോൾ ഏതായിരിക്കും? കോർട്ടിക്കൽ ലെയേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഭാഗമാണ് പാരൻ കൈമ. നെക്സ്റ്റ് ആണ് എൻഡോഡെർമിസ്. ഇങ്ങനെയാണ് കോർട്ടക്സിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ഫസ്റ്റ് വൺ, ഹൈപ്പോഡെർമിസ്, ഔട്ടർ സോൺ ജസ്റ്റ് ബിലോ എപ്പിഡെർമിസ്. ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ഫ്യൂ ലെയേഴ്സ് ഓഫ് കോളൻ കൈമ. ഇറ്റ് പ്രൊവൈഡ് മെക്കാനിക്കൽ സ്ട്രെങ്ത് ടു യങ് സ്റ്റെം. ഈ എപ്പിഡെർമിസിന് തൊട്ട് താഴെ കാണുന്ന ലെയറാണ് കോളൻ കൈമ എന്ന് പറയുന്നത്. 3 to 4 ലെയേഴ്സ് ഓഫ് കോളൻ കൈമ കാണാൻ പറ്റും. അതുകൂടാതെ തന്നെ കോളൻ കൈമയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മെക്കാനിക്കൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. കോളൻ കൈമയുടെ കോർണേഴ്സിൽ സെല്ലുലോസിൻ്റെയും ഹെമി സെല്ലുലോസിൻ്റെയും ഡിപ്പോസിഷൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ മേജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്ട്രെങ്ത് കൊടുക്കുക, റിജിഡിറ്റി കൊടുക്കുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി കോളൻ കൈമയുടെ തൊട്ട് താഴെ കാണുന്ന ടിഷ്യൂസാണ് പാരൻ കൈമ. അപ്പം കോർട്ടിക്കൽ ലെയേഴ്സ് എന്ന് പറയുന്നത് ബിലോ ഹൈപ്പോഡെർമിസ് ദ കൺസിസ്റ്റ് ഓഫ് റൗണ്ടഡ് തിൻ വാൾ പാരൻ കൈമ സെൽ, കോൺസ്പിക്കസ് ഇൻട്രസെല്ലുലാർ സ്പേസ് വിത്ത് കോൺസ്പിക്കസ് ഇൻട്രസെല്ലുലാർ സ്പേസ്. ഈ കോർട്ടിക്കൽ ലെയർ കാണുന്നത് ഈ കോളൻ കൈമയുടെ തൊട്ട് താഴെ കാണുന്ന പാരൻ കൈമ സെൽ ഉൾപ്പെടുന്ന ഭാഗത്തെയാണ് കോർട്ടിക്കൽ ലെയർ എന്ന് പറയുന്നത്. അതിനകത്ത് എന്തുണ്ട്? ഇൻ്റർസെല്ലുലാർ സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഭാഗമാണ് ഈ കോർട്ടിക്കൽ ലെയർ എന്ന് പറയുന്നത്. അതുപോലെ കോർട്ടിക്കൽ ലെയറിൻ്റെ ഇന്നർമോസ്റ്റ് ലെയറിനാണ് നമ്മൾ എൻഡോഡെർമിസ് എന്ന് പറയുന്നത്. അതിനകത്ത് സ്റ്റാർച്ച് ഗ്രെയിൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മളിതിനെ സ്റ്റാർച്ച് ഷീത്ത് എന്നാണ് ഈ എൻഡോഡെർമിസ് നമ്മൾ പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് കോർട്ടക്സിനകത്ത് വരുന്നത്. ഇനി കോർട്ടക്സിൻ്റെ ഉള്ളിലേക്കുള്ള, അതായത് എൻഡോഡെർമിസിന് ഉള്ളിലേക്കുള്ള എല്ലാ ഭാഗത്തിനും നമ്മൾ പറയുന്ന പേരെന്താണ്? സ്റ്റീൽ എന്നാണ് പറയുന്നത്. ഈ എൻഡോഡെർമിസിന് ഉള്ളിലേക്കുള്ള എല്ലാ ഭാഗത്തിനും നമ്മൾ എന്ത് പറയും? സ്റ്റീൽ എന്നാണ് പറയുന്നത്. ആ സ്റ്റീലിനെ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പെരിസൈക്കിൾ, വാസ്കുലർ ബണ്ടിൽ, മെഡുലറി ആൻഡ് പിത്ത്. ആ റൂട്ടിൽ കണ്ടതുപോലെ തന്നെ ഏകദേശം സിമിലറാണ്. പക്ഷേ റൂട്ടിൻ്റെ കേസിൽ വാസ്കുലർ ബണ്ടിൽ എന്ന് പറയുന്നത് റേഡിയലി അറേഞ്ച്ഡ്, അതായത് ക്സൈലോം ഫ്ലോയോം സെപ്പറേറ്റ് പാച്ച് ആയിട്ടാണ് കാണുന്നത്. പക്ഷേ ഇവിടുത്തെ കേസിൽ ഇതാണ് വാസ്കുലർ ബണ്ടിൽ. ഇതെന്ന് പറയുന്നത് ക്സൈലമാണ്. ഇതിന് മുകളിൽ കാണുന്നത് ഫ്ലോയമാണ്. ഇതിനിടയിൽ കാണുന്ന കേമ്പിയമാണ്. ഈ ഫ്ലോയത്തിന് മുകളിൽ ഒരു ക്യാപ്പ് പോലെ ഒരു ബണ്ടിൽ ക്യാപ്പ് എന്ന് പറയും. അത് പെരിസൈക്കിൾ ആണ്. പെരിസൈക്കിൾ സ്ക്ലീറൻ കൈമ സെല്ലുകൊണ്ടാണ് പെരിസൈക്കിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സ്ക്ലീറൻ കൈമാറ്റസ് ബണ്ടിൽ ക്യാപ്പ് എന്ന് നമ്മൾ പറയും. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം സ്റ്റീൽ കൺസിസ്റ്റ് ഓഫ് പെരിസൈക്കിൾ, വാസ്കുലർ ബണ്ടിൽ, മെഡുലറി ആൻഡ് പിത്ത്. ഫസ്റ്റ് വൺ, പെരിസൈക്കിൾ. ഇറ്റ് ഈസ് പ്രസൻറ്റ് ഓൺ ദ ഇന്നർ സൈഡ് ഓഫ് എൻഡോഡെർമിസ് ആൻഡ് എബവ് ഫ്ലോയം ഇൻ ദ ഫോം ഓഫ് സെമിലൂണർ പാച്ചസ് ഓഫ് സ്ക്ലീറൻ കൈമ. ഈ എൻഡോഡെർമിസിന് തൊട്ടുള്ളിൽ കാണുന്ന ലെയറാണ് പെരിസൈക്കിൾ. ഇതാണ് പെരിസൈക്കിൾ എന്ന് പറയുന്നത്. ഇത്രയും പെരിസൈക്കിളാണ്
ഈ പെരിസൈക്കിൾ ഉണ്ടാക്കിയിരിക്കുന്ന സ്ക്ലീറൻകൈമ സെല്ലുകളാണ്. ഈ സ്ക്ലീറൻകൈമ സെൽ ഇരിക്കുന്ന എവിടെയാണ്? ഈ ഫ്ലോയത്തിൻ്റെ ജസ്റ്റ് മുകളിലായിട്ടാണ് ഇരിക്കുന്നത്. അതായത് ഈ താഴത്തേക്ക് കാണുന്നതാണ് നമ്മുടെ വാസ്കുലർ ബണ്ടിൽ എന്ന് പറയുന്നത്. വാസ്കുലർ ബണ്ടിലിന് തൊട്ട് മുകളിൽ ജസ്റ്റ് ഒരു ക്യാപ്പ് പോലെയാണ് ഇരിക്കുന്നത്. അവിടെ നമ്മളിതിൻ്റെ ബണ്ടിൽ ക്യാപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മെഡുലറി റേ. ഫ്യൂ ലെയേഴ്സ് ഓഫ് റേഡിയലി പ്ലേസ്ഡ് പാരൻകൈമ സെൽ ബിറ്റ്വീൻ വാസ്കുലർ ബണ്ടിൽ. വാസ്കുലർ ബണ്ടിലിനിടയിലുള്ള സെല്ലുകളാണ് നമ്മൾ മെഡുലറി റേ എന്ന് പറയുന്നത്. ഇതൊരു വാസ്കുലർ ബണ്ടിലാണ്, ഇത് വേറൊരു വാസ്കുലർ ബണ്ടിലാണ്. ഇതിന് ഇടയിലുള്ള സെല്ലുകളാണ് നമ്മൾ എന്ന് പറയുന്നത് മെഡുലറി റേ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വാസ്കുലർ ബണ്ടിൽ. ലാർജ് നമ്പർ. ദർ റിംഗ് അറേഞ്ച്മെൻറ്റ് ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡൈക്കോട്ട് സ്റ്റെം. ഡൈക്കോട്ടിലാണ് ഈ വാസ്കുലർ ബണ്ടിൽ റിംഗ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ വാസ്കുലർ ബണ്ടിലാണ്, ഒരു റിംഗ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതേസമയം മോണോക്കോട്ടിൻ്റെ കേസിൽ അത് ഗ്രൗണ്ട് ടിഷ്യൂവിൽ സ്കാറ്റർ ചെയ്തിട്ടാണ് കാണാം. നമുക്ക് അതിലേക്ക് നമുക്ക് പോകാം. അപ്പം ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് റിംഗ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈച്ച് വാസ്കുലർ ബണ്ടിൽ ഇസ് കൺജോയിൻറ്റ് ആൻഡ് ഓപ്പൺ. വാസ്കുലർ ബണ്ടിൽ ഓപ്പൺ ആണ്. അതായത് എന്തുകൊണ്ട്? ഇതിനെന്തുണ്ട്? കേമ്പിയമുണ്ട്. ഇത് സൈലം, തൊട്ട് മുകളിൽ കേമ്പിയം, അതിന് മുകളിൽ ഫ്ലോയം. അപ്പോൾ ഇതാണ് വാസ്കുലർ ബണ്ടിൽ. അപ്പം കൺജോയിൻ്റ് ആണ്, അതായത് മുകളിൽ ഫ്ലോയും താഴെ സൈലമാണ് ഇരിക്കുന്നത്. അതിനിടയിൽ എന്തുണ്ട്? കേമ്പിയം ഉണ്ട്, അതുകൊണ്ട് ഓപ്പൺ ആണ്. അതുപോലെ തന്നെ ഇതാണ് മെറ്റാസൈലം, അടിയിൽ കാണുന്നതാണ് പ്രോട്ടോക്സൈലം. പ്രോട്ടോക്സൈലം സെൻറ്ററിലേക്ക് കാണുന്നത്, അതുകൊണ്ട് നമ്മളിതിനെ എൻഡാർക്ക് സൈലം എന്നാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ പിത്ത് എന്ന് പറയുന്നത് സെൻട്രൽ കാണുന്ന ടിഷ്യൂനാണ് പിത്ത് എന്ന് പറയുന്നത്. ഇതാണ് പിത്ത്. ഇവിടുത്തെ കേസിൽ ഇതാണ് അതിൻ്റെ പിത്ത് എന്ന് പറയുന്നത്. പാരൻകൈമ സെല്ലുകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വിത്ത് ലാർജ് ഇൻ്റർസെല്ലുലാർ സ്പേസ്. ഇത്രയും കാര്യങ്ങളാണ് ഡൈക്കോട്ട് സ്റ്റെമ്മിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്തത് മോണോക്കോട്ട് സ്റ്റെമ്മിൻ്റെ കേസാണ് പഠിക്കാൻ പോകുന്നത്. മോണോക്കോട്ട് സ്റ്റെമ്മിൻ്റെ കേസിൽ നമ്മൾ നോക്കാൻ നേരത്ത് ഇവിടുത്തെ വാസ്കുലർ ബണ്ടിൽസ് അറേഞ്ച് നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ മനസ്സിലാവും മറ്റേ റൗണ്ട് ആയിട്ടാണ്, റിംഗ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ വാസ്കുലർ ബണ്ടിൽസ് ഒക്കെ ഈ ഗ്രൗണ്ട് ടിഷ്യൂവിൽ സ്കാറ്റർ ചെയ്തിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഓരോ പോയിന്റിലേക്കും പോകാം. ഇറ്റ് കാസ് സ്ക്ലീറൻകൈമാറ്റസ് ഹൈപ്പോഡെർമിസ്. ഇതിന് സ്ക്ലീറൻകൈമയുടെ ഒരു ഹൈപ്പോഡെർമിസ് ഉണ്ട്. ഇതാണ് ഹൈപ്പോഡെർമിസ്. എപ്പിഡെർമിസ് ഉണ്ട്. എപ്പിഡെർമിസ് തൊട്ട് കാണുന്ന ലെയറാണ് ഹൈപ്പോഡെർമിസ്. മെനി സ്കാറ്റേർഡ് വാസ്കുലർ ബണ്ടിലൊക്കെ സ്കാറ്റർ ചെയ്തിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈച്ച് സറൗണ്ട് ബൈ സ്ക്ലീറൻകൈമാറ്റസ് ബണ്ടിൽ ഷീത്ത്. ഈ ഓരോ വാസ്കുലർ ബണ്ടിലും, ഇതൊരു വാസ്കുലർ ബണ്ടിലാണ്, ഇതൊരു വാസ്കുലർ ബണ്ടിലാണ്, ഇതൊരു വാസ്കുലർ ബണ്ടിലാണ്. ഈ വാസ്കുലർ ബണ്ടിലിനൊക്കെ സറൗണ്ട് ചെയ്തിട്ട് ഈ ബ്ലൂ കളറിൽ കാണുന്ന സെല്ലുകൾ സ്ക്ലീറൻകൈമയാണ്. ഈ സ്ക്ലീറൻകൈമാറ്റസ് ബണ്ടിൽ ഷീത്ത് ഓരോ വാസ്കുലർ ബണ്ടിലും ഉണ്ട്. ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ കേസിലാകുമ്പോൾ അവയ്ക്ക് സ്ക്ലീറൻകൈമാറ്റസ് ബണ്ടിൽ ക്യാപ്പാണുള്ളത്, ഇവയ്ക്ക് ബണ്ടിൽ ഷീത്താണുള്ളത്. അതിൻ്റെ ലാർജ് കോൺസ്പിക്വസ് പാരൻകൈമാറ്റസ് ഗ്രൗണ്ട് ടിഷ്യൂ. ഗ്രൗണ്ട് ടിഷ്യൂ ഉണ്ട്. ഈ ഗ്രൗണ്ട് ടിഷ്യൂവിലാണ് ഈ വാസ്കുലർ ബണ്ടിലൊക്കെ ഡിസ്പ്ലേസ് ചെയ്ത് കാണപ്പെടുന്നത്. വാസ്കുലർ ബണ്ടിൽസ് ആർ കൺജോയിൻറ്റ് ആൻഡ് ക്ലോസ്ഡ്. ഇവയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവയ്ക്ക് എന്തില്ല? കേമ്പിയം ആബ്സെൻ്റ്. വാസ്കുലർ ബണ്ടിൽ കേമ്പിയം ആബ്സെൻ്റ്, സൈലം ഫ്ലോയം മാത്രമേ ഉള്ളൂ. പെരിഫറൽ വാസ്കുലർ ബണ്ടിൽസ് ആർ സ്മോളർ ദാൻ സെൻട്രലി ലൊക്കേറ്റഡ് വൺസ്. ഇവിടെ പെരിഫറലായിട്ട് കാണുന്നത്, അതായത് ഏറ്റവും പുറമേ കാണുന്നതൊക്കെ വളരെ ചെറുതാണ്, സെൻട്രലിൽ കാണുന്ന വാസ്കുലർ ബണ്ടിലൊക്കെ വലുതാണ്. ദ ഫ്ലോയം പാരൻകൈമ ഈസ് ആബ്സെൻറ്റ് ആൻഡ് വാട്ടർ കണ്ടെയ്നിങ് ക്യാവിറ്റീസ് ആർ പ്രസൻറ്റ് വിത്തിൻ ദ വാസ്കുലർ ബണ്ടിൽ. ഇതിനുള്ളിൽ വാട്ടർ കണ്ടെയ്നിങ് ക്യാവിറ്റീസ് ഉണ്ട്. നമ്മളതിനെ പ്രോട്ടോക്സൈലം ലാക്യുന എന്ന് പറയും. കുറച്ച് ഇവിടെ കുറേ ക്യാവിറ്റീസ് ഉണ്ട്. അതായത് സൈലം ഡീഗ്രേഡ് ചെയ്തിട്ടാണ് അവിടെ അതുപോലത്തെ ക്യാവിറ്റീസ് ഉണ്ടായിരിക്കുന്നത്. അവിടെ വാട്ടർ സ്റ്റോർ ചെയ്യാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെന്ത് പറയും? പ്രോട്ടോക്സൈലം ലാക്യുന എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം പ്രോട്ടോക്സൈലം ഡീഗ്രേഡ് ചെയ്തിട്ടാണ് അവിടെ ആ ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് അവരെന്ത് സ്റ്റോർ ചെയ്യുകയാണ്? വാട്ടറാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇനി നമുക്കിതിൻ്റെ കമ്പാരിസൺ നോക്കാം. ഇതാണ് മോണോക്കോട്ട് സ്റ്റെമ്മിൻ്റെയും ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെയും പോർഷൻ എൻലാർജ്ഡ് ചെയ്ത് കാണിച്ചേക്കുന്നത്. നമുക്ക് നോക്കാം. ഗ്രൗണ്ട് ടിഷ്യൂ ഈസ് ഡിഫറൻഷ്യേറ്റഡ് ഇൻറ്റു കോർട്ടെക്സ്, എൻഡോഡെർമിസ്, പെരിസൈക്കിൾ, സ്റ്റീൽ ആൻഡ് പിത്ത്. ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കോർട്ടെക്സ് എന്ന് പറയുന്നത്. പക്ഷേ മോണോക്കോട്ട് സ്റ്റെമ്മിൻ്റെ കേസിൽ ഗ്രൗണ്ട് ടിഷ്യൂ എന്ന് പറയുന്നത് അൺഡിഫറൻഷ്യേറ്റ് ചെയ്തേക്കുവാണ്. കാരണം കോർട്ടെക്സ്, ഹൈപ്പോഡെർമിസ്, കോർട്ടിക്കൽ സെല്ല്, എൻഡോഡെർമിസ്, പെരിസൈക്കിൾ എന്നൊന്നുമുള്ള ഡിഫറൻസിയേഷൻ ഒന്നും നമുക്ക് മോണോക്കോട്ട് സ്റ്റെമ്മിൻ്റെ കേസിൽ കാണാൻ സാധിക്കത്തില്ല.
നെക്സ്റ്റ് വാസ്കുലർ ബണ്ടിൽസ് ആർ ലിമിറ്റഡ് ഇൻ നമ്പർ ആൻഡ് ആർ അറേഞ്ച്ഡ് ഇൻ എ റിങ്. ഡൈക്കോട്ടിൻ്റെ കേസിൽ വാസ്കുലർ ബണ്ടിൽസ് ലിമിറ്റഡ് നമ്പർ ആൻഡ് അറേഞ്ച്ഡ് ഇൻ എ റിങ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതേസമയം ഇവിടുത്തെ കേസിൽ ദേ ആർ ന്യൂമറസ് ഇൻ നമ്പർ, ഒത്തിരി വാസ്കുലർ ബണ്ടിൽസ് ഉണ്ട്. അതോടൊപ്പം ദേ ആർ സ്കാറ്റേഡ് ഇൻ ദ ഗ്രൗണ്ട് ടിഷ്യൂവിൽ സ്കാറ്റർ ചെയ്തിട്ടാണ് കാണപ്പെടുന്നത്. പിന്നെ ഡൈക്കോട്ടിൻ്റെ കേസിൽ വാസ്കുലർ ബണ്ടിൽസ് ആർ ഓപ്പൺ. വാസ്കുലർ ബണ്ടിൽ ഓപ്പൺ എന്ന് പറയാനുള്ള കാരണം എന്താ? ഇവിടെ കേമ്പിയം ഉണ്ട്. ഇതാണ് കേമ്പിയം ഉണ്ട്. അതേസമയം ഇവിടുത്തെ കേസിൽ കേമ്പിയം ആബ്സെൻ്റ് ആണ്. ഈ കാണുന്നതാണ് ഫ്ലോയം, ഇതാണ് സൈലം. ഇതിനിടയ്ക്ക് എന്തില്ല? കേമ്പിയം എന്ന് പറയുന്ന കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ വാസ്കുലർ ബണ്ടിൽ ക്ലോസ്ഡ് ആണെന്ന് പറയുന്നത്. പിന്നെ കോളൻ കൈമാറ്റസ് ഹൈപ്പോഡർമസ്. ഡൈക്കോട്ട് സ്റ്റെമ്മിലെ ഹൈപ്പോഡർമസ് എന്ന് പറയുന്നത് കോളൻ കൈമയാണ്. അതേസമയം മോണോക്കോട്ടിൻ്റെ കേസിൽ സ്ക്ലീറൻ കൈമയായിരുന്നു അവിടുത്തെ ഹൈപ്പോഡർമസ്. പിന്നെ സ്ക്ലീറൻ കൈമാറ്റസ് ബണ്ടിൽ ക്യാപ്പ് പ്രസൻ്റ് ആണ്. ഇതാണ് വാസ്കുലർ ബണ്ടിൽ. ആ വാസ്കുലർ ബണ്ടിലിൻ്റെ മുകളിൽ എന്തുണ്ട്? ഒരു ബണ്ടിൽ ക്യാപ്പ് ഉണ്ട്. ഒരു ബണ്ടിൽ ക്യാപ്പ് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഇത്രയാണ് സൈലം, ഇത് ഫ്ലോയം, ഇത് പാരങ്കൈമയുടെ മുകളിലാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്? ബണ്ടിൽ ക്യാപ്പ് കാണാൻ സാധിക്കുന്നത്. അതേസമയം മോണോക്കോട്ട് സ്റ്റെമ്മിൻ്റെ കേസിൽ എന്താണ്? ബണ്ടിൽ ഷീത്താണ്. സ്ക്ലീറൻകൈമാറ്റസ് ബണ്ടിൽ ഷീത്ത്. ഈ വാസ്കുലർ ബണ്ടിലിനെ ഫുള്ള് സറൗണ്ട് ചെയ്തിട്ട് എന്താ ഉള്ളത്? സ്ക്ലീറൻകൈമാറ്റസ് ബണ്ടിൽ ഷീത്താണുള്ളത്. പക്ഷേ ഡൈക്കോട്ട് സ്റ്റെമ്മിലാണെങ്കിൽ ബണ്ടിൽ ക്യാപ്പ് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് പ്രോട്ടോക്സാലൻ ലാക്കിന് ആബ്സെൻറ്റ്. പ്രോട്ടോക്സാലൻ ലാക്കിന് ഇവിടെ സ്പേസോ കാര്യങ്ങളൊന്നുമില്ല. അതേസമയം ഇവിടെ കണ്ടോ ഒരു പ്രോട്ടോക്സാലൻ ലാക്കിനുണ്ട്. അതിൻ്റെ ഫംഗ്ഷൻ വാട്ടർ സ്റ്റോറേജ് ആണ്. നെക്സ്റ്റ് സെക്കൻഡറി ഗ്രോത്ത് ഈസ് പ്രസൻറ്റ്. ഇവിടുത്തെ കേസിൽ കേമ്പിയം ഉള്ളത് കാരണം സെക്കൻഡറി ഗ്രോത്ത് ഉണ്ട്. ഇവിടെ കേമ്പിയം ഇല്ലാത്ത കാരണം സെക്കൻഡറി ഗ്രോത്ത് ആബ്സെൻ്റ് ആണ്. യൂഷ്വലി മോണോക്കോട്ട് സ്റ്റെം ആയിക്കോട്ടെ, റൂട്ട് ആയിക്കോട്ടെ, ലീഫ് ആയിക്കോട്ടെ, സെക്കൻഡറി ഗ്രോത്ത് ടോട്ടലി ആബ്സെൻ്റ് ആണ്. ഡൈക്കോട്ടിൽ മാത്രമേ സെക്കൻഡറി ഗ്രോത്ത് ഉള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെയും മോണോക്കോട്ട് സ്റ്റെമ്മിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസും അതിൻ്റെ സിമിലാരിറ്റിയും കാര്യങ്ങളൊക്കെ. ഈ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ലീഫിൻ്റെ സ്ട്രക്ചർ, ഇന്റേണൽ സ്ട്രക്ചർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.